ഹായ് എസ് എസ് സി സി ജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പെർസെൻറ്റേജിന്റെ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് 2023 എസ് എസ് സി സി ജിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വരായിരിക്കുന്ന എസ് എസ് സി സി ജിയുടെ എക്സാമും അതേപോലെ തന്നെ എസ് എസ് സിയുടെ ബാക്കിയുള്ള എക്സാംസും റെയിൽവേയുടെ എക്സാംസിനൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി ഒരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചാനലിൽ ചെന്ന് അവിടെ നിന്ന് കാണാവുന്നതാണ്. ആൻഡ് ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക, റിമൈനിങ് സെഷൻസ് ഒന്നും തന്നെ മിസ് ആവാതിരിക്കാൻ വേണ്ടി. സോ ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോവാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലീസ്റ്റ് എന്നാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. എന്നിട്ട് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു എക്സാമിൽ. സോ ഇതിൽ ഏതാണ് ഏറ്റവും ലീസ്റ്റ് വാല്യൂ വരുന്നത് എന്നാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. സോ വളരെ പെട്ടെന്ന് നമ്മൾ ഇതിന്റെ വാല്യൂസ് ഒന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് പിന്നെ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന 10% ആണ്. സോ 10% ഓഫ് 720 എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് ഒരു പോയിന്റ് മുമ്പിലേക്ക് ഇട്ടാൽ മതി. സോ 72 ആയിരിക്കും അതെന്ന് പറയുന്നത്. അടുത്ത 15% ഓഫ് 555 എന്ന് പറഞ്ഞാൽ 10% എന്ന് പറയുന്നത് നമുക്കറിയാം 55.5 എന്ന് വരും. ആൻഡ് അതിൻ്റെയും പകുതിയായിരിക്കും നമ്മുടെ ബാക്കി 5% എന്ന് പറയുന്നത്. സോ 55യുടെ പകുതി ഒരു ജസ്റ്റ് റഫ് ആയിട്ട് മാത്രം എടുക്കുക. സോ 55യുടെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എത്ര വരും? നമുക്ക് റഫ്ലി 28 അടുപ്പിച്ച് വരും. സോ നമുക്ക് റഫ്ലി 27 എടുക്കാം. സോ നമ്മൾ ഇതൊന്ന് റഫായിട്ട് ആഡ് ചെയ്താൽ പോലും നമുക്ക് ഇവിടുന്ന് 55, 65, 75, 82 അടുപ്പിച്ച് വരുന്നുണ്ട്. സോ ഇത് ഗ്രേറ്റർ ആണ്. അടുത്ത നമുക്ക് 9% ഓഫ് 845 നോക്കുകയാണെങ്കിൽ നമ്മൾ ഈവൻ അതിൻ്റെ ഒരു 10% എന്ന് പറയുന്നത് 84.5 എന്ന് വരും. അതിൽ നിന്ന് 1% ആയ 8.4 നമ്മൾ റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് 84ൽ നിന്ന് 8 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അവിടെ ഒരു 76 ആയിരിക്കും വരുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ 76 വരും. ആൻഡ് ഫൈനലി നമുക്ക് ഈ ഒരു 12% ഓഫ് 625 നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ 10% 62.5 എന്ന് വരും. ആൻഡ് 1% 6.25 ആണ്. അങ്ങനെയാണെങ്കിൽ 2% 12.5 എന്ന് വരും. സോ നമ്മൾ ഇതും റഫ്ലി ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ 62, 72, നമുക്ക് 74, 75 അടുപ്പിച്ചുള്ള ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. സോ നമ്മൾ ഇതിൽ പെട്ടെന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ വാല്യൂ എവിടെ വരുന്നത് 72 ആണ്. സോ ഇതാണ് ലീസ്റ്റ് വൺ. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. സോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നമുക്കത് ചെയ്ത് എടുക്കാൻ നമുക്ക് കുറച്ചുകൂടി സമയം എടുക്കും. അത് നമ്മൾ ഒരുപാട് എക്സാക്ട്ലി എടുക്കാൻ നോക്കല്ല്, നമ്മൾ റഫായിട്ട് മാത്രം ചെക്ക് ചെയ്യുക. ബിക്കോസ് നമുക്ക് എക്സാക്ട് ആൻസേഴ്സ് വേണ്ട, നമുക്ക് ഏതാണ് വലുത് ഏതാ ചെറുത് എന്നുള്ളത് മാത്രം എടുത്താൽ മതി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഫ്രീക്വന്റ് ആയിട്ട് എക്സാംസിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. നമുക്കവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ദി ഫസ്റ്റ് മന്ത് ദ ഇൻകം ഓഫ് മോഹൻ ഇൻക്രീസ്ഡ് ബൈ 30%. സോ ആദ്യമേ 30% ഇൻക്രീസ് ഉണ്ടാകുന്നു. അതിനുശേഷം ഇൻ ദ സെക്കൻഡ് മന്ത് ഹിസ് ഇൻകം ഡിക്രീസസ് ബൈ 30%, ദെൻ 30% ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ സെയിം പെർസെൻറ്റേജ് ഇൻക്രീസും ദെൻ സെയിം പെർസെൻറ്റേജ് ഡിക്രീസും. വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി ഇൻകം ആഫ്റ്റർ 2 months? അപ്പോൾ ഈ 2 മാസം കഴിയുമ്പോൾ അവിടെ ഓവറോൾ ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരേ പെർസെൻറ്റേജ് ഇൻക്രീസും ഡിക്രീസും വന്നാൽ നിങ്ങൾക്കറിയാം അതിനെ എങ്ങനെ എടുക്കേണ്ടതെന്ന്. നമുക്ക് ഡെഫിനറ്റ്ലി അവിടെ ഡിക്രീസ് ആയിരിക്കും, അതിലൊരു ഡൗട്ടും ഇല്ല. നമ്മളത് വളരെ പെട്ടെന്ന് എടുക്കുന്നത് ആ ഒരു തന്നിരിക്കുന്ന വാല്യൂ ദ സ്ക്വയർ ബൈ 100 എന്നാണ് നമ്മൾ വളരെ പെട്ടെന്ന് എടുക്കുന്നത്. ആൻഡ് ഉറപ്പായിട്ടും അവിടെ ഡിക്രീസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 30യുടെ സ്ക്വയർ നമുക്ക് 900 എന്ന് വരും. ആ 900 ബൈ 100 എന്ന് എടുത്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 9% എന്ന് വരും. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെയിം പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആണെങ്കിൽ എപ്പോഴും നമ്മുടെ നെറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും, അവിടെ ഡിക്രീസ് തന്നെ ആയിരിക്കും, ഒരിക്കലും ഇൻക്രീസ് വരത്തില്ല. അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ മാത്രം നമ്മളൊന്ന് പെട്ടെന്ന് എടുത്താൽ മതി. സോ അത് 9% എന്ന് വരും. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ 9% ഡിക്രീസ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. നമ്മൾ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അറിയാതെ ഇൻക്രീസ് മാർക്ക് ചെയ്യല്ല, നമ്മൾ ഡിക്രീസ് തന്നെ നോക്കി നമ്മൾ അതിന് മാർക്ക് ചെയ്യണം. ക്ലിയർ? സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ആൻസർ എടുക്കാം. അതിന്റെ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത് നമുക്ക് ഈ ഒരു ലാസ്റ്റ് നമ്മുടെ CGL-ന്റെ എക്സാമിൽ പെർസെൻറ്റേജിന്റെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതിലെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതെന്ന് പറയാം. ബിക്കോസ് ക്വസ്റ്റിന്റെ ലെന്ത് വൈസ് ആയാലും കാൽക്കുലേഷൻ വൈസ് ആയാലും കുറച്ച് ലെന്തി ആയിട്ടും കുറച്ച് കൺഫ്യൂസിങ്ങും കുറച്ച് അധികം സമയം കളയുന്ന പോലത്തെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെയാണ് കിട്ടുന്നെങ്കിൽ ക്വസ്റ്റിന്റെ ലെന്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ഫോർ റിവ്യൂ ഇട്ട് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യുക. ബിക്കോസ് ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ആൻസർ എടുത്ത് വരാൻ ഈവൻ ക്വസ്റ്റ്യൻ എളുപ്പമാണെങ്കിൽ പോലും സമയം എടുക്കും. ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ നല്ലൊരു സമയം എടുക്കും. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇതേപോലത്തെ ലെന്തി ക്വസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ അപ്പം തന്നെ നമ്മളത് വായിക്കാൻ പോലും നിൽക്കാതെ മാർക്ക് ഫോർ റിവ്യൂ ഇട്ട് വിടുക. ലാസ്റ്റിൽ തിരിച്ച് വന്ന് നമുക്ക് സമയമുള്ള അനുസരിച്ച് മാത്രം നോക്കി അപ്രോച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കാനും അതിന്റെ എല്ലാ വാല്യൂസും എഴുതിയെടുക്കാനും ചെയ്യാനും എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മേ ബി വേറെ നമുക്കൊരു 3 to 4 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമായിരിക്കും നമുക്ക് ചിലപ്പം വേസ്റ്റ് ആവുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ആയിട്ടുള്ള അപ്രോച്ച് എക്സാമിൽ യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യനിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. എ ഫാമിലി ഇൻകം ഈസ് 35,000 in a month.
The family spent the income on various expenditures like food, health, education, entertainment, and etc. and rent. After incurring all the expenditures, 8% is saved every month. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, അവരുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 35,000 ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഇൻകം 35,000 പല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നത്. എവിടേക്കാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പറഞ്ഞേക്കുന്നത് ഫുഡുണ്ട്, ഹെൽത്ത് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, റെന്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ അവർ സേവും ചെയ്യുന്നുണ്ട്. സേവ് ചെയ്യുന്നത് എത്രയാണ്? 8% ആണ് സേവ് ചെയ്യുന്നത്. സേവ് ചെയ്യുന്നത് 8% ആണ് സേവ് ചെയ്യുന്നത്. The expenditure on health is 50% more than that of food എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ എല്ലാ ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ, ഫുഡ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ് ആൻഡ് റെന്റ്, ഇവർ തമ്മിലുള്ള റിലേഷൻസ് ആണ് ഇനി അവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ റിലേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. The expenditure on health is 50% more than food എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഹെൽത്തും ഫുഡ് കൂടി എടുക്കുമ്പോഴത്തേന് നമുക്കവിടെ പറയുന്നത് ഹെൽത്തിന്റെ മേലുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 50% കൂടുതലാണ് ദാൻ ദാറ്റ് ഓൺ ഫുഡ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരു ഹെൽത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഫുഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് 100 ആണെങ്കിൽ 50% മോർ ആണ് ഹെൽത്തിന്റെ മേളിൽ. എന്ന് പറഞ്ഞാൽ ഹെൽത്തിന്റെ മേളിൽ എത്ര ആയിരിക്കും? 150 ആയിരിക്കും. സോ അതിന്റെ ഒരു കറസ്പോണ്ടിങ് റേഷ്യോ നമുക്കവിടെ 3:1 എന്ന റേഷ്യോ വരും ഹെൽത്തും ഫുഡും തമ്മിൽ. ഇനി ബാക്കിയുള്ളതിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ പറയുന്നത് വൈൽ ഫുഡ് ഈസ് 3 times of the expenditure on entertainment എന്ന് പറയുന്നുണ്ട്. സോ ഇനി ഫുഡും എന്റർടൈൻമെന്റും കൂടി നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ, ഫുഡ് ആൻഡ് എന്റർടൈൻമെന്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കവിടെ പറയുന്നത് ഫുഡിന്റെ മേളിൽ സ്പെൻഡ് ചെയ്യുന്നത് എന്റർടൈൻമെന്റിന്റെ മേളിൽ സ്പെൻഡ് ചെയ്യുന്നതിന്റെ 3 ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്റർടൈൻമെന്റ് 1 ആണെങ്കിൽ ഫുഡ് എത്ര ആയിരിക്കും? 3 ആയിരിക്കും. സോ അവിടെ ഒരു 3:1 എന്നുള്ള റേഷ്യോ അവിടുന്ന് ഫുഡും എന്റർടൈൻമെന്റും തമ്മിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത റിലേഷനിലേക്ക് പോകുമ്പോൾ ഇപ്പം എന്റർടൈൻമെന്റും എഡ്യൂക്കേഷനും ഉണ്ടായതുകൊണ്ട് നമുക്കതിനെ ENT എന്ന് എഴുതാം. ഇനി അടുത്ത പറയുന്നത് the expenditure on health is half of the expenditure on education. എഡ്യൂക്കേഷന്റെ മേലുള്ള എക്സ്പെൻസിന്റെ പകുതിയാണ് ഹെൽത്തിന്റെ മേളിൽ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ എഡ്യൂക്കേഷനും ഹെൽത്ത് കൂടി ഒന്ന് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ, എഡ്യൂക്കേഷനും ഹെൽത്ത് കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, എഡ്യൂക്കേഷന്റെ മേളിൽ സ്പെൻഡ് ചെയ്യുന്നതിന്റെ പകുതിയാണ് ഹെൽത്തിന് സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നെങ്കിൽ, എഡ്യൂക്കേഷൻ 2 ആണെങ്കിൽ ഹെൽത്ത് എന്തായിരിക്കും? അതിന്റെ പകുതി 1 ആയിരിക്കും. സോ അവർ തമ്മിലും നമുക്ക് റിലേഷൻ കിട്ടുന്നുണ്ട്. 2:1 എന്ന റിലേഷൻ കിട്ടുന്നുണ്ട്. ഇനി ഫൈനലി ദ എക്സ്പെൻഡിച്ചർ ഓൺ റെന്റ് ഈസ് 1/3 ഓഫ് ദി കമ്പൈൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഫുഡ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. എന്താ പറയുന്നത്? നമ്മുടെ ഫുഡും ഹെൽത്തും അതേപോലെ തന്നെ എഡ്യൂക്കേഷനും കൂടി സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടോട്ടൽ വാല്യൂ, ഓക്കെ, അതും നമ്മുടെ ഈ പറയുന്ന റെന്റ് കൂടി കമ്പയർ ചെയ്യുമ്പോഴത്തേന്ന് നമുക്ക് ഈ പറയുന്ന ഇതിന് 3 കൂടി ചേർത്ത് സ്പെൻഡ് ചെയ്യുന്നത് എത്രയാണോ അതിന്റെ 1/3 ആണ് റെന്റിന് സ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ റെന്റ് 1 ആണെങ്കിൽ നമ്മുടെ ഫുഡും അതുപോലെ തന്നെ ഹെൽത്തും അതുപോലെ എഡ്യൂക്കേഷനും കൂടി ചേരുന്നത് 3 എന്ന് വരും. ദ എക്സ്പെൻഡിച്ചർ ഓൺ റെന്റ് ഈസ് 1/3. അപ്പൊ 3/1 അങ്ങനെയാണെങ്കിൽ 3യും ഇവിടെ 1 എന്ന് വരും. അപ്പൊ അവിടെയും നമുക്കൊരു പുതിയ റിലേഷൻ, അവിടെ ഒരു റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹൗ മച്ച് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഓൺ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്റെ മേളിൽ സ്പെൻഡ് ചെയ്യുന്നത് എത്ര എമൗണ്ട് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് റേഷ്യോസ് ഉണ്ട്. ഇനി നമുക്ക് ഈ റേഷ്യോസ് എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നമ്മളോട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എഴുതിയ റേഷ്യോസ് എല്ലാം നമ്മളൊന്ന് കമ്പൈൻ ചെയ്യാൻ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ എല്ലാ റേഷ്യോസോടും നമുക്കൊന്ന് കമ്പൈൻ ചെയ്യാം ഇവിടെ. സോ ആദ്യം തന്നെ കിട്ടിയ വാല്യൂസ് എല്ലാം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ, ആദ്യം തന്നെ നമുക്ക് ഇടയ്ക്ക് വരുന്ന വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഫുഡ് ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ ആണ്. ആൻഡ് ദെൻ നമുക്ക് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു വാല്യൂ ഹെൽത്ത് ആണ്. ആൻഡ് ബാക്കിയുള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ ഒരു സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ എന്റർടൈൻമെന്റ് ഒരു സൈഡിലും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി റേഷ്യോസ് ഒന്ന് കമ്പൈൻ ചെയ്യാം. ഇത് 4 നമ്മളുള്ള റേഷ്യോ ഒന്ന് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എന്റർടൈൻമെന്റിന്റെ കറസ്പോണ്ടിങ് റേഷ്യോ 1ഉം ഫുഡിന്റെ 3യും. സോ 1:3 എന്ന് എടുക്കാം ഇവിടെ. ഇനി ഫുഡും ഹെൽത്ത് കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് 1ഉം ഹെൽത്ത് 3യും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1:3 എന്ന് നമുക്ക് എടുക്കാം. ആൻഡ് ദെൻ ഫുഡ് 1ഉം ഹെൽത്ത് 3യും അതെ. ആൻഡ് ദെൻ ഹെൽത്തും എഡ്യൂക്കേഷൻ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 1:2 എന്ന് വരുന്നുണ്ട്. സോ 1:2 എന്ന് നമുക്ക് എടുക്കാം. സോ ഫുഡ് ആൻഡ് ഹെൽത്ത് നമുക്കിവിടെ ഫുഡ് ആൻഡ് ഹെൽത്ത് ഓക്കെ, നമുക്കിവിടെ 3:2 എന്നാണ് വരുന്നത്. ഇവിടെ 3:2 ആണ്. സോ ഇവിടെ നമുക്ക് ഫുഡ് എന്ന് പറയുന്ന 2ഉം ഹെൽത്ത് എന്ന് പറയുന്ന 3യും. ഓക്കെ, അവിടെ 3:2 ആണ്. അത് കട്ട് ചെയ്തപ്പം മാറിപ്പോയതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്യുവാണെങ്കിൽ, ഈ വാല്യൂസ് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ റേഷ്യോസിനെ കമ്പൈൻ ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 എന്ന് വരും, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 3 ആൻഡ് ഇവിടെ 3.
സോ നമ്മൾ ഇത് പെട്ടെന്ന് കമ്പൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 എന്ന് വരും, ഇവിടെ 2 into 3 6 എന്ന് വരും, ഇവിടെ നമുക്ക് 9 എന്ന് വരും, നമുക്കിവിടെ 3 into 3 നമുക്ക് 9 into 2 നമുക്കവിടെ 18 എന്ന് വരും. അപ്പോൾ 2:6:9:18 എന്നായിരിക്കും നമുക്ക് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ആ താഴെ എഴുതിയേക്ക് നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇതിനെ ജസ്റ്റ് നെക്സ്റ്റ് പേജിൽ ഒന്നുകൂടി ഒന്ന് എഴുതാം. കിട്ടിയ ആൻസറിനെ അല്ലെങ്കിൽ കിട്ടിയ ആ റേഷ്യോനെ ഒന്നുകൂടി ഒന്ന് എഴുതാം. നമുക്കിവിടെ കിട്ടുന്നത് നമ്മുടെ ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ്, അതേപോലെ നമുക്ക് അവിടുത്തെ ഹെൽത്ത് ആൻഡ് നമ്മുടെ എഡ്യൂക്കേഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇത് തമ്മിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:6:9:18 എന്നാണ് നമുക്കവിടെ കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊന്ന് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഈ വാല്യൂസ് എല്ലാം കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് എത്ര വരും? 18 നമുക്ക് പ്ലസ് 9 27 പ്ലസ് നമുക്കവിടെ 6 നമുക്ക് അത് 20 നമുക്ക് 33 എന്ന് വരും. അപ്പോൾ നമുക്കവിടെ അവസാനത്തെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ റെൻറ്റുമായിട്ടുള്ള റിലേഷൻ. ആ റെൻറ്റുമായിട്ടുള്ള റിലേഷനെ ഇതിനെ വെച്ചൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ പറഞ്ഞിരുന്നത്, ക്വസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് ഫുഡും ഹെൽത്തും എഡ്യൂക്കേഷനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ആ വാല്യൂ വരുന്നത് 33 എന്നാണ് വരുന്നത്. അപ്പോൾ അത് മൂന്നും കൂടി നമ്മൾ കമ്പയർ ചെയ്തത് റെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, എനിക്ക് റെൻറ്റ് വെച്ച് നമ്മളതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് കമ്പൈൻഡും ഈ റെൻറ്റും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിത് 33 എന്ന് വരുന്നുണ്ട്. റെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് നേരത്തെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, 3:1 എന്നുള്ള റേഷ്യോ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. 3:1 എന്നുള്ള റേഷ്യോ ആണ് വരുന്നത് എങ്കിൽ ഇവിടെ നേരത്തെ ഓൾറെഡി ആ ഒരു വാല്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു. 3:1 എന്ന റേഷ്യോ നമുക്ക് നേരത്തെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 3:1 ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടായിരുന്നു 3:1. അങ്ങനെയാണെങ്കിൽ ആ ഒരു വാല്യൂയിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ 3:1 എന്നൊരു വാല്യൂയിലേക്ക് വരുവാണെങ്കിൽ ആ 3യുടെ കറസ്പോണ്ടിങ് ആണ് നമുക്ക് 33 എന്ന് കിട്ടിയേക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 3ന് കറസ്പോണ്ടിങ് 33 ആണെങ്കിൽ ആ 1ന് കറസ്പോണ്ടിങ് എത്ര ആയിരിക്കും? റെന്റിന്റെ കറസ്പോണ്ടിങ് 11 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി തമ്മിലുള്ള റേഷ്യോ കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റെന്റിനെ കൂടി ഇവിടോട്ട് അങ്ങ് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇവിടോട്ട് തന്നെ നമ്മൾ റെന്റ് കൂടി എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ റേഷ്യോ ബാലൻസ് ചെയ്യുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ നമുക്ക് 3:1 എന്നറിയാം, ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ 33 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 എന്ന് പറയുന്നത് 33 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് 11 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റെന്റിന്റെ കറസ്പോണ്ടിങ് റേഷ്യോ നമുക്ക് ഇവിടോട്ട് തന്നെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് 11 എന്ന് വരും. അപ്പോൾ നോക്കിയാൽ നമുക്ക് അവിടെ വരുന്ന എല്ലാം നമ്മൾ ഒരുമിച്ച് ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തു. ഇനി നമുക്ക് ഇത് കൂടാതെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, എന്ത്? സേവിങ്സ്. പക്ഷേ സേവിങ്സിന്റെ റേഷ്യോ നമുക്ക് അറിയത്തില്ല. അപ്പോൾ സേവിങ്സ് നമുക്ക് പറഞ്ഞത് 8% ആണെന്നാണ് നമുക്ക് അവിടെ ക്വസ്റ്റിനിൽ പറഞ്ഞിരുന്നത്. 8% ആണ് സേവിങ്സ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്കറിയാം, എഡ്യൂക്കേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഈ കിട്ടിയേക്കുന്ന എല്ലാ വാല്യൂസ് കൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, നമ്മുടെ ഈ സേവിങ്സ് 8% ആണെങ്കിൽ ബാക്കിയുള്ള ഇതെല്ലാം കൂടി ചേർത്ത് എത്ര വരണം? നമ്മുടെ ഈ വാല്യൂ എല്ലാം കൂടി ചേർത്തിട്ട് ബാക്കി 100 - 8 92% ആയിരിക്കണ്ടേ? നമ്മുടെ മൊത്തം സാലറി സ്പെൻഡ് ചെയ്യുന്ന എങ്ങനെയൊക്കെയാ? ഇതിന്റെ എല്ലാം മുകളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സേവിങ്സിന് വേണ്ടി 8%. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് 8% ആണെങ്കിൽ ബാക്കിയുള്ളതിന്റെ മേളിൽ ചെലവാക്കുന്ന 100 - 8 92% ആയിരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ വാല്യൂ കൂടി കമ്പൈൻ ചെയ്യുന്നതായിരിക്കത്തില്ല 92% എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ സാലറി 35,000 ആണെന്ന് നമുക്കറിയാം. സോ 35,000ന്റെ ആ ഒരു 92% എന്ന് പറയുന്ന വാല്യൂ, അതെന്ന് പറയുന്നത് നമുക്കൊന്ന് റഫായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ പെർസെൻറ്റേജും ഈ 2 സീറോസും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ 350 × 92 എന്ന് വരുന്നുണ്ട്. സോ തൽക്കാലം നമ്മളത് മൾട്ടിപ്ലൈ ചെയ്തില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാൻ സമയം വേസ്റ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. അതിന് പകരം നമുക്ക് ഈ റേഷ്യോസ് എല്ലാം കൂടി ഒന്ന് പ്ലസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ 92% എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ റേഷ്യോസും ഒന്ന് പ്ലസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 10 20 29 38 നമുക്ക് 44 46 വരുന്നുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പം നമുക്ക് ഈ 92%ന്റെ കറസ്പോണ്ടിങ് ആണ് 46 എന്ന് പറയുന്ന റേഷ്യോ വരുന്നത്. ആ 46 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഈ സാലറിയുടെ 92% എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തു വെച്ചേക്കുന്ന ആ 350 × 92 എന്ന് പറയുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എഡ്യൂക്കേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എഡ്യൂക്കേഷന്റെ കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണ്? 18 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 18 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ ആദ്യം നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ 46ന്റെ ഡബിൾ ആണ് 92. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 1 എന്ന് പറയുന്ന 350 × 2 700 എന്ന് പറഞ്ഞാൽ 46 × 700 ആണ് നമ്മുടെ ഈ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 18 × 700 ചെയ്താൽ ആദ്യം നമുക്ക് ആൻസർ കിട്ടാൻ. അപ്പോൾ 46ഉം ഈ 92 ക്യാൻസൽ ഇവിടെ 2 എന്ന് വരും. 2 × 350 എന്ന് പറഞ്ഞാൽ 700 ആണ്. എന്ന് പറഞ്ഞാൽ 46 × 700 ആണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 18 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 18 ആണ് കറസ്പോണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 18 എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ 18 × 700 ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 18 × 7 എന്ന് പറയുന്നത് എത്ര വരും? നമുക്കത് 126 എന്ന് വരും.
7 8 126 എന്ന് വരും, പിന്നെ 2 0 കൂടി. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 12,600 എന്ന് വരും. സോ ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ 12,600 നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്ത് വലിയൊരു ക്വസ്റ്റൻ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ആക്ച്വലി പാടാണോ? ഒട്ടും പാടല്ല, ഒട്ടും ഡിഫിക്കൽട്ട് അല്ല, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ്. പക്ഷേ എന്നാൽ ഒരുപാട് ഡാറ്റ തന്ന് അതിനെ ഒരുപാട് ലെന്തി ആക്കിയ ക്വസ്റ്റിനെ കൊണ്ട് നമുക്ക് മാക്സിമം എക്സാമ്പിൾ നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ്സ് എങ്കിലും അല്ലെങ്കിൽ 2.5 മിനിറ്റ്സ് എങ്കിലും നമുക്ക് എങ്ങനെയായാലും അവിടെ വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്പെൻഡ് ആവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ടൈം കൊണ്ട് മേ ബി നമുക്കൊരു 4 5 ക്വസ്റ്റ്യൻ മേ ബി ചെയ്യാൻ പറ്റിയെന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ക്വസ്റ്റൻസ് എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതുപോലത്തെ ഒരുപാട് ലെന്തി ക്വസ്റ്റൻസ് കിട്ടുവാണെങ്കിൽ എക്സാമിൽ മാക്സിമം അതിനെ ആ സമയത്ത് തന്നെ അപ്രോച്ച് ചെയ്യാതിരിക്കുക. ബിക്കോസ് അപ്രോച്ച് ചെയ്താൽ ചിലപ്പോൾ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. സോ ഐ ഹോപ്പ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദി ടോട്ടൽ ടോഫീസ് 1/10 ആർ വേസ്റ്റഡ്. അപ്പം വേസ്റ്റ് ആവുന്നത് 1/10 ആണ്. 1/10 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാ? 10%. 1/10. ഇനി 35% ഓഫ് ദ റെസ്റ്റ് ആർ ഗിവൺ ടു എസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ 35% എസിന് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് 35% ഓഫ് ദി റെസ്റ്റ് 35% ഓഫ് ദ റെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ റെസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10% അവിടെ പോയെങ്കിൽ ബാക്കി 90%. അങ്ങനെയാണെങ്കിൽ 90%-ന് 35% കണ്ടുപിടിച്ചാൽ മതി നമുക്ക് ആ റെസ്റ്റ് കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ 35%-ന്റെ 90% എന്ന് പറയുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര വരും? 31.5 എന്ന് വരും. 31.5 സിമ്പിൾ ആണ്. ജസ്റ്റ് അതിന്റെ 10% എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യുക. ഇപ്പൊ 90 വാല്യൂടെ 90% കണ്ടുപിടിക്കണമെങ്കിൽ അത് 10% കുറച്ചാൽ മതി. അതിൽ നിന്ന് 35 to 10% എത്ര? 3.5. 35 3.5 കുറച്ച് എത്ര വരും? 31.5. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് ആൻസർ വരുന്നത് 31.5. അപ്പോൾ അതിന്റെ 90% കണ്ടുപിടിക്കുന്ന പാടാണ്. പക്ഷേ അതിന്റെ 10% എടുത്ത് അതിന് കുറച്ച് കഴിഞ്ഞാൽ 90% കിട്ടും. ഓക്കെ, അപ്പോൾ എസിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്താ പറയുന്നത്? 1/8 ഓഫ് ദ ടോട്ടൽ ആർ ഗിവൺ ടു എൻ. അപ്പോൾ 1/8 ഓഫ് ദ ടോട്ടൽ എന്ന് പറയുമ്പോൾ 1/8 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ 1/8 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 12.5% ആണ്. അപ്പോൾ എല്ലാം നമ്മൾ പെർസെൻറ്റേജ് എടുത്തിട്ടുണ്ടായതുകൊണ്ടാണ് നമ്മൾ അതിനെ എല്ലാത്തിനെയും പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വേസ്റ്റ് ആയത് 10%, എന്നിന് കിട്ടുന്ന 12.5%, എസിന് കിട്ടുന്ന 31.5%. ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് ദ ടോഫീസ് വിത്ത് എൻ ആർ 10 മോർ ദാൻ ദ വേസ്റ്റഡ് ടോഫീസ്. അപ്പോൾ എന്നിന്റെ കയ്യിലുള്ള ടോഫി എന്ന് പറയുന്നത് വേസ്റ്റഡ് ടോഫി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 10 കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിക്കും എത്ര കൂടുതലാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 10ഉം 12.5ഉം കൂടി നമുക്കൊന്ന് മൈനസ് ചെയ്യുമ്പം നമുക്ക് അവിടെ വരുന്ന വേരിയേഷൻ 2.5 ആണ്. അപ്പോൾ കൂടുതലാണ്, പക്ഷെ എത്ര കൂടുതലാണ്? 2.5% കൂടുതലാണ്. ആൻഡ് ആ 2.5%-നെയാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്? 10 കൂടുതലാണെന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 2.5% എന്ന് പറയുന്നതായിരിക്കും എന്ത്? ആ 10 ടോഫി എന്ന് പറയുന്നത്, കൂടുതലുള്ള 10 ടോഫി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ദെൻ ഹൗ മെനി ടോഫി വെയർ ഗിവൺ ടു എസ്. എസിന്റെ കയ്യിലുള്ള ടോഫി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എസിന്റെ കയ്യിലുള്ള ടോഫി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും 31.5%. സോ അത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ ആദ്യം നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. സോ അങ്ങനെയാണെങ്കിൽ 2.5 into 4 ചെയ്യുമ്പോഴാണ് നമുക്ക് 10 വരുന്നത്. 2.5 into 4 ആണ് 10. അങ്ങനെയാണെങ്കിൽ 31.5 into 4 ചെയ്താൽ മതി. അപ്പോൾ 30 into 4 120 വരും. 1 into 4 4 വരും. സോ 124 വരും. ആൻഡ് 0.5 into 4 എന്ന് പറയുന്നത് 2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 120ഉം 4ഉം 2 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 126 എന്ന് വരും. സോ 126 ടോഫി. അപ്പോൾ നമ്മളത് എടുത്തുകൊണ്ട് പേപ്പറുടെ സൈഡിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ആ നമ്പറിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് 31.5 into 4 ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ 30 into 4 ചെയ്യുന്ന എളുപ്പം 120. 1 into 4 ചെയ്യുന്ന എളുപ്പം നമുക്കത് 4 ആണ്. 0.5 into 4 4ന്റെ പകുതി 2. സോ 120ഉം 4ഉം 2 കൂടി ആഡ് ചെയ്യുമ്പോൾ 126. ഓക്കെ, നമ്പേഴ്സിനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് അപ്രോച്ച് ചെയ്യുക, വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സോ ആൻസർ 126 ടോഫി എന്ന് വരും. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. വളരെ ഫ്രീക്വന്റ് ആയിട്ട് എക്സാമിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സിന്റെ ക്വസ്റ്റ്യൻ. പറയുന്നത് റീമ സ്പെൻഡ് 35% of her monthly income on food articles and 15% of the remaining on clothes. She saved 40% of the remaining income. If her monthly salary is 27,500, how much does she spend? Does she save every month എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മൊത്തം സാലറി എത്ര നമുക്ക് തന്നിട്ടുണ്ട്. മൊത്തം സാലറി എന്ന് പറയുന്നത് 27,500 ആണ് മൊത്തം സാലറി എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്ന് ആദ്യമേ 35% ആണ് ഫുഡിന് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 35% ഫുഡിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സേവിങ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്പെൻഡ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ളതാണ് എടുത്തു പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ 35% സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ പിന്നെ ബാക്കി എത്ര കാണും? നമ്മുടെ 27,500 35% സ്പെൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി 65% ഉണ്ടായിരിക്കണം.
അപ്പോൾ ഇതാണ് ബാക്കിയുള്ള പൈസ എന്ന് പറയുന്നത്. ഇനി ഈ ബാക്കിയുള്ള പൈസയുടെ ഈ റിമൈനിങ് എമൗണ്ടിന്റെ 15% ക്ലോത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് റിമൈനിങ് എമൗണ്ട്. അതിന്റെ 15% ക്ലോത്തിന് പോയെങ്കിൽ ബാക്കി 85% ആയിരിക്കും ബാക്കി കയ്യിലുള്ളത്. ഇനി ബാക്കി കയ്യിലുള്ളതിന്റെ 40% ആണ് എന്ത് ചെയ്യുന്നത്, റിമൈനിങ് ബാക്കിയുള്ളതിന്റെ 40% ആണ് ആൾ സേവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 40% ഇൻറ്റു 40% അതാണ് ആൾ സേവ് ചെയ്യുന്നത്. ആൻഡ് അത് എത്ര ആണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ആൻസർ എത്ര ആണ് എന്നുള്ളത് കിട്ടും. സോ ഇതൊന്നും നമുക്കൊന്ന് ക്യാൻസൽ ചെയ്തൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മാത്രം മതി. സോ നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാം. ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ആദ്യം തന്നെ നമുക്ക് ഈ പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യാം, 2 സീറോസ് ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് ഇവിടെ റിമൈനിങ് വരുന്ന 275, നമുക്ക് ഇവിടെ 40 ഉണ്ട്, ഇവിടെ 85 ഉണ്ട്. സോ നമ്മൾ ഇവിടുന്ന് ഒരു 4 എടുത്ത് ഈ വാല്യൂസിനെയൊക്കെ ഒന്ന് ഡബിൾ ആക്കുകയാണെങ്കിൽ 275നെ നമ്മൾ ഡബിൾ ആക്കിയാൽ 550 എന്ന് വരും. ഇൻറ്റു നമുക്ക് 65നെ ഡബിൾ ആക്കിയാൽ നമുക്ക് 130 എന്ന് വരും. ഇൻറ്റു നമ്മുടെ 85 അതേപോലെ തന്നെ കീപ്പ് ചെയ്യാം. പെർസെൻറ്റേജ് ഇൻറ്റു നമ്മൾ ഇവിടെ നിന്നുള്ള 4നെ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ 2 വാല്യൂസിനെ ഡബിൾ ആക്കിയത്. സോ അവിടെ നമുക്ക് ഇനി ബാക്കി 10 ഉള്ളൂ. സോ പെർസെൻറ്റേജ് എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ പെർസെൻറ്റേജും ഈ ഒരു സീറോയോടെ ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് റിമൈനിങ് ബാക്കി വരുന്ന വാല്യൂസ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 550 ഇൻറ്റു നമുക്ക് 13 ഇൻറ്റു 85 ആൻഡ് ദെൻ ഒരു പെർസെൻറ്റേജ് ഉണ്ട്. സോ നമുക്ക് അതിനെ ബൈ 100 എടുക്കാം. സോ ബൈ 100 എടുക്കുകയാണെങ്കിൽ ഈ 0 ആൻഡ് ഈ 0 ക്യാൻസൽ. ദെൻ നമുക്ക് ഇതിനെ 10 വെച്ച് നമുക്ക് 5 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 എന്നും, നമ്മൾ 85നെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 17 എന്നും വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് റിമൈനിങ് ബാക്കി വരുന്നത് 55 ഇൻറ്റു 13 ഇൻറ്റു 17/2 എന്നാണ് വരുന്നത്. സോ ഒരു 0.5 ഉറപ്പാണ്. ആൻഡ് ഓപ്ഷൻ്റെ അവസാനം നമുക്ക് 0.5 കാണുന്നുണ്ട്. പക്ഷേ വേറെ ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ അവസാനത്തെ ഇതിൽ 0 വരത്തില്ല. എന്നാൽ നമുക്ക് ഇവിടെ എല്ലാം ഓഡ് നമ്പേഴ്സാണ്. മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും ഇനി അവസാനം 0 വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ അവസാനം 0 വരുന്ന ഈ 2 ഓപ്ഷൻസ് നമുക്ക് എന്തായാലും ആൻസർ വരത്തില്ല. സോ ഓപ്ഷൻ എയ്തർ എ ആയിരിക്കും അല്ലെങ്കിൽ സി ആയിരിക്കും. നമുക്ക് ഇവിടുന്ന് തന്നെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഇനി സ്റ്റിൽ നമുക്ക് ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 13 ഇൻറ്റു 17നെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് 15ന്റെ സ്ക്വയർ, രണ്ടിൻ്റെയും നടുക്കുള്ള വാല്യൂ ആയ 15ന്റെ സ്ക്വയർ 225 എടുത്തിട്ട് അതിൽ നിന്ന് 2യുടെ സ്ക്വയർ നമുക്ക് കുറച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മുടെ 13ഉം 17 എന്ന് പറഞ്ഞാൽ 15 മൈനസ് 2ഉം 15 പ്ലസ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ 225ൽ നിന്ന് നമ്മൾ 15ന്റെ സ്ക്വയർ 225ൽ നിന്ന് ഒരു 4 കുറച്ചാൽ 221 എന്ന് വരും. സോ അതാണ് നമ്മുടെ 13 ഇൻറ്റു 17 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 ഇൻറ്റു 7 21 എന്നും എടുത്തിട്ട് 1 ഇൻറ്റു 2 2 എന്നും എടുക്കാം. സോ 221 വരും. ഇൻറ്റു നമുക്ക് 55 ചെയ്തിട്ട് ബൈ 2 ചെയ്ത ആൻസർ വരും. സോ അതും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 221 ഇൻറ്റു 5 കൂടി ചെയ്യുവാണെങ്കിൽ നമുക്ക് 221 ഇൻറ്റു 5 എന്ന് പറയുമ്പം നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 1105 എന്ന് വരും. ഇൻറ്റു നമുക്ക് 11/2 എന്ന് വരും. ഇനി ഫർദർ നമ്മൾ ഇതിനെ ഇൻറ്റു 11 ചെയ്യുമ്പോൾ നമുക്ക് 5 ആൻഡ് ദെൻ നമുക്ക് 5 ആൻഡ് ദെൻ നമുക്ക് 5 പ്ലസ് നമുക്കതിനെ ഇൻറ്റു 11 ചെയ്യുമ്പോൾ 1105 ഇൻറ്റു 11 ചെയ്യുമ്പോൾ നമുക്ക് 11ന്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ആദ്യം ആ 5 അതേപോലെ തന്നെ എഴുതാം. ദെൻ 5 പ്ലസ് 0 നമുക്ക് 5 എന്ന് വരും. ദെൻ 0 പ്ലസ് 1 നമുക്ക് 1 എന്ന് വരും. ദെൻ 1 പ്ലസ് 1 നമുക്ക് 2 എന്ന് വരും. ആൻഡ് ദെൻ ഫൈനലി ആ 1 അതേപോലെ തന്നെ എഴുതുക. ദെൻ ഡിവൈഡഡ് ബൈ നമുക്ക് ആ 2 ചെയ്യുക. സോ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്കത് 6077.5 എന്ന് വരും. സോ 6077.5 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. എന്നുള്ളതിന്റെ ഫുൾ കാൽക്കുലേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഷോർട്ട് കട്ട്സ് കൂടി നോക്കിയാണ് നമ്മൾ പോയത്. അതുകൊണ്ടാണ് ഇത്രയും ലെന്തി ആയിരുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ അതിന്റെ യൂണിറ്റ് ഡിജിറ്റും അല്ലാതെയൊക്കെ എടുത്ത് ഒന്ന് റഫായിട്ട് ആൻസർ എടുത്ത് മാർക്ക് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. സോ ആൻസർ 6077.5 എന്ന് നമുക്ക് ആൻസർ വരും. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 5 ക്വസ്റ്റനിൽ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് വളരെ നല്ല ക്വസ്റ്റൻ ആയിരുന്നു. എസ്പെഷ്യലി ആ ഒരു ലെന്തി ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന്റെ ആൻസർ എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇനിയും ഇതിന്റെ റിമൈനിങ് പെർസെൻറ്റേജിന്റെ ക്വസ്റ്റൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ഒരു 36ഓളം പെർസെൻറ്റേജിന്റെ ക്വസ്റ്റൻസ് ആണ് നമുക്ക് ലാസ്റ്റ് ഇയർ CGL വന്നിട്ടുള്ളത്. സോ ആ ഒരു ക്വസ്റ്റൻസ് മൊത്തം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ആൻഡ് നമ്മൾ ഈ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ട് റിമൈനിങ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് റിമൈനിങ് ടോപ്പിക്സ് ആയിട്ട് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.